നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. അംബേദ്കറിനെതിരായ അമിത്ഷായുടെ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ. तो हमारी डिमांड ये है कि जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. പ്രതിരോധത്തിലായ അമിത്ഷാ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചു. കോൺഗ്രസ് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് മറുപടി. जब ये पूरा सत्य उजागर हो गया तब कल से कांग्रेस पार्टी ने फिर एक बार अपनी पुरानी पद्धति को आजमाते हुए बातों को तोड़ मरोड़ कर और सत्य को असत्य के कपड़े पहनाकर समाज में भ्रांति फैलाने का एक कुत्सित प्रयास किया है. അമിത്ഷായെ ന്യായീകരിച്ച നരേന്ദ്രമോദി. മാസപ്പടി കേസിൽ CM മാർലിനെതിരെ ഗുരുതര ആരോപണവുമായി SFIO. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയെന്ന് സംശയം. രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി നൽകിയോ എന്നതിലും അന്വേഷണം. ഡൽഹി ഹൈക്കോടതിയിൽ SFIO നൽകിയ റിപ്പോർട്ട് പുറത്ത്. അന്വേഷണം നടക്കുന്നതിനിടെ വീണ്ടും ചോദ്യപേപ്പർ ചോർത്തി MS സൊല്യൂഷൻസ്. ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയുടെ പേപ്പർ ചോർന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി. ചാരിറ്റിയുടെ മറവിൽ പണപ്പിരിവ് നടത്തി ചോദ്യപേപ്പർ നൽകി. ADGP MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം. മന്ത്രിസഭായോഗ തീരുമാനം. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾക്കിടെ സ്ഥാനക്കയറ്റം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടെന്ന് മന്ത്രി P രാജീവ്. സ്ഥാനമാറ്റത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലെന്ന് രമേശ് ചെന്നിത്തല. വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും റദ്ദാക്കി. കേരളത്തിലെ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തള്ളിയതാര്? അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ആശുപത്രി മാലിന്യം കൊണ്ടുപോകുന്നത് 2 ഏജൻസികളെന്ന് മന്ത്രി. തിരുനെൽവേലിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ന്യൂസ് 18. അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഗാബ ടെസ്റ്റിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്ററായുള്ള അവസാന ദിനമെന്ന പ്രഖ്യാപനം. 275 റൺസ് വിജയലക്ഷ്യവുമായി ഇന്ത്യ ബാറ്റ് ചെയ്യവേ മഴ. മത്സരം സമനിലയിൽ. വിശദമായി നോക്കാം. അംബേദ്കറിനെതിരായ അമിത്ഷായുടെ പരാമർശം ആയുധമാക്കിയ പ്രതിപക്ഷം. അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് മല്ലികാർജുൻ ഖർഗെ. हम चाहते हैं कि हमारे अमित शाह राजीनामा देना चाहिए और मोदी जी को अगर थोड़ा सा भी बाबा साहब अंबेडकर के बारे में श्रद्धा है तो रात के 12 बजे के अंदर वो निकाल देना चाहिए, उनको ड्रॉप कर देना चाहिए, बर्खास्त कर देना चाहिए. तो हमारी डिमांड ये है कि जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. उनको फौरन ड्रॉप करना चाहिए, बर्खास्त करना चाहिए, तभी इस देश के लोग शांत रहेंगे. ആരോപണം തള്ളി അമിത്ഷാ രംഗത്തെത്തി. BR അംബേദ്കറെ അപമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും അംബേദ്കർ വിരുദ്ധ പാർട്ടി കോൺഗ്രസ് ആണെന്നും അമിത്ഷാ വിമർശിച്ചു. बाबा साहेब अम्बेडकर का कांग्रेस ने किस तरह से पुरजोश विरोध किया था,
बाबा साहब के न रहने के बाद भी किस प्रकार से कांग्रेस ने बाबा साहब को हाशिए पर धकेलने का प्रयास किया कि कांग्रेस पार्टी आंबेडकर जी विरोधी पार्टी है, कांग्रेस पार्टी आरक्षण विरोधी पार्टी है, कांग्रेस पार्टी संविधान विरोधी पार्टी है। कांग्रेस पार्टी ने सावरकर जी का भी अपमान किया। कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी। नारी सम्मान को भी सालों तक दरकिनार किया। न्यायपालिका का हमेशा अपमान किया। सेना के शहीदों का अपमान किया और भारत की भूमि तक को संविधान तोड़कर विदेशी देशों को देने की हिमाकत कांग्रेस पार्टी के शासन में हुई। ആർ കിരൺ ബാബു നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, അംബേദ്കറിനെതിരായ അമിത്ഷായുടെ വാക്കുകൾ ആയുധമാക്കുമ്പോൾ, കോൺഗ്രസ് ആയുധമാക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് അമിത്ഷാ. കോൺഗ്രസിനെതിരായ ഉദാഹരണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനം. എന്തൊക്കെ കാര്യങ്ങളാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത്? ആര്യ, അംബേദ്കർക്കെതിരെ അമിത്ഷാ സംസാരിച്ചു എന്നുള്ള വിഷയം പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അമിത്ഷായ്ക്കെതിരെ നീങ്ങിയത്. അമിത്ഷാ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ ഉന്നയിച്ചു. അംബേദ്കർ എന്നത് ഒരു ഫാഷനായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉപയോഗിക്കുന്നതെന്നും അംബേദ്കർ എന്ന് നിരന്തരം പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ മോക്ഷം കിട്ടിയെന്ന തരത്തിലുള്ളതായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ഇതിനെതിരെയാണ് അതിരൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന് മറുപടിയായിട്ടാണ് ഇന്നിപ്പോൾ അമിത്ഷാ വാർത്താ സമ്മേളനം നടത്തിയത്. അമിത്ഷാ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ പറഞ്ഞ വാക്കുകൾ രാജ്യസഭാ രേഖകളിലുണ്ട്, അത് പരിശോധിക്കാം. തന്റെ വാക്കുകളെ വളച്ചൊടുക്കുകയായിരുന്നു. താൻ അംബേദ്കറെ അവമാനിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും BJPക്ക് അംബേദ്കറെ അവമാനിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൂർണ്ണമായും ആരോപണങ്ങൾ നിഷേധിച്ച അദ്ദേഹം കോൺഗ്രസിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചു. കോൺഗ്രസ് എല്ലാ കാലവും അംബേദ്കർ വിരുദ്ധ ആന്റി അംബേദ്കർ ആണ്, അതോടൊപ്പം തന്നെ ആന്റി കോൺസ്റ്റിറ്റ്യൂഷനാണ്, ആന്റി വിമൺ ആണ്, ആന്റി ഇന്ത്യൻ ആർമിയാണ്, ഇന്ത്യൻ സൈന്യത്തിന് എതിരാണ് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ഭരണഘടനയ്ക്കെതിരാണ്, അംബേദ്കറിനെതിരാണ്. നെഹ്റുവും അംബേദ്കറും തമ്മിലുള്ള നെഹ്റുവിന് അംബേദ്കർ ഉണ്ടായിരുന്ന വെറുപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിൽ നെഹ്റുവിന്റെ കാലം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ കോൺഗ്രസിന് എക്കാലവും അംബേദ്കറോട് എതിർപ്പായിരുന്നുവെന്നും ഇപ്പോൾ ഒരു ഫാഷന് വേണ്ടി മാത്രമാണ് അംബേദ്കർ എന്ന് പറയുന്നതും എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അംബേദ്കർക്ക് ഭാരതരത്ന നൽകിയില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ ഇപ്പോൾ കള്ളം പറയുകയാണ്. അദ്ദേഹം കോൺഗ്രസ് കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്, സോണിയാഗാന്ധി കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അദ്ദേഹം കള്ളം പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു. എല്ലാ തരത്തിലും അദ്ദേഹം അംബേദ്കർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ, തന്റെ വാക്കുകൾ പൂർണ്ണമായും നിഷേധിച്ച അമിത്ഷാ കോൺഗ്രസ് ആണ് എല്ലാ കാലത്തും അംബേദ്കർ വിരുദ്ധ പാർട്ടിയെന്നും കോൺഗ്രസ് ആണ് എല്ലാ കാലത്തും ഭരണഘടനാ വിരുദ്ധ പാർട്ടിയെന്നുമാണ് പ്രധാനമായും പറഞ്ഞു വെച്ചത്. ആരോപണങ്ങളെ നെഹ്റുവിന്റെ കാലം മുതൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നെഹ്റുവിന് അംബേദ്കറോട് കടുത്ത വിരോധം ഉണ്ടായിരുന്നുവെന്നും അത് എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അംബേദ്കറെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഭാരതരത്ന നൽകാൻ കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറായില്ല എന്നും ചോദിക്കുന്നു. ഇപ്പോൾ അംബേദ്കറുടെ പേര് നിരന്തരം ഉന്നയിക്കുന്നത് ഒരു ഫാഷൻ എന്ന രീതിയിലാണ് എന്നുള്ളതും ആരോപണം ഉന്നയിക്കുന്നു. പ്രധാനമായും സോണിയാഗാന്ധി കുടുംബത്തിനെതിരെ കൂടിയാണ് പ്രധാനമായും അമിത്ഷാ ആരോപണം ഉന്നയിച്ചത്. ശരി, ആർ കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. സർക്കാരിന്റെ വാർഡ് പുനർവിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപന മാർഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി റദ്ദാക്കി. 8 നഗരസഭകളിലെയും 1 ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജന നടപടികൾ നിയമവിരുദ്ധമെന്നും നിരീക്ഷിച്ചു. അടുത്ത വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയായിരുന്നു വാർഡ് പുനർവിഭജനം നടത്തിക്കൊണ്ടുള്ള സർക്കാരിന്റെ തിരക്കിട്ട നടപടി. പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് സർക്കാർ പുറത്തിറക്കിയ വാർഡ് വിഭജന ഉത്തരവും ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപന മാർഗനിർദ്ദേശങ്ങളും നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം 2015 വാർഡ് വിഭജനം നടത്തിയെടുത്ത് പുനർവിഭജനം നടത്തുന്നതിനും വിലക്കുണ്ട്. പാനൂർ, മുക്കം, കൊടുവള്ളി, പയ്യോളി, ശ്രീകണ്ഠപുരം, മട്ടന്നൂർ, ഫറോക്ക്, പട്ടാമ്പി നഗരസഭകളിലെയും പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റദ്ദാക്കിയത്. വിവിധ നഗരസഭകളിലെ ജനപ്രതിനിധികൾ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. പഴയ സെൻസസ് പ്രകാരം വാർഡ് വിഭജനം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന ഹർജിക്കാരുടെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി.
മാസപ്പടി കേസിൽ SFIO റിപ്പോർട്ട് പുറത്ത്. CMRനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയെന്ന് സംശയമുണ്ടെന്നും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇതുവരെയും CMRനെതിരെ നടന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ അന്വേഷണത്തിന്റെ രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് SFIO നടത്തിയത്. പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് അവർ അവിടെ പറഞ്ഞത്. ഒന്ന്, CMRL പണം നൽകിയവരുടെ പട്ടികയിൽ ഭീകര സംഘടനകൾക്ക് സഹായിക്കുന്നവർ, അവരെ സഹായിക്കുന്നവർ കൂടി പണം നൽകിയതായി സംശയമുണ്ട്. ആ വഴിക്ക് ചില തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് CMRL എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് പണം നൽകിയത് എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണെങ്കിൽ, ഒന്നാമത്തെ വിഷയം അതീവ ഗൗരവമായ അന്വേഷണത്തിലേക്ക് അടക്കം വഴി തെളിക്കേണ്ട ഒരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ അതിന്റെ സിമ്പതൈസേഴ്സിന് പണം നൽകിയതായി സംശയമുണ്ട്. അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി പണം നൽകിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആർക്കാണ് നൽകിയിട്ടുള്ളത്, ഏത് സംഘടനയ്ക്കാണ് നൽകിയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് രാജ്യദ്രോഹ സ്വഭാവമുള്ള സംഘടനകൾക്ക് ഇത്തരത്തിൽ പണം നൽകിയത്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ പരിധിയിൽ അടക്കം വരും. കർത്തയുടെ CMRL കമ്പനിക്കെതിരെ ഇതുവരെ ഉണ്ടായിരുന്നത് പണം നൽകി വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും ഭരണാധികാരികളെയും ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമായിരുന്നുവെങ്കിൽ, സാമ്പത്തികമായ ആരോപണമായിരുന്നുവെങ്കിൽ, അതിനേക്കാളും ഗൗരവമുള്ള രാജ്യദ്രോഹപരമായ ആരോപണം കൂടി അല്ലെങ്കിൽ അത്തരം ഒരു കണ്ടെത്തലുകൾ കൂടിയാണ് ഇപ്പോൾ SFIOയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അടക്കം ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുള്ള ഒരു വിവരമാണ് ഇപ്പോൾ SFIO ഡൽഹി ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ പ്രത്യേകത, SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയ ഹർജിയിലാണ് ഇന്ന് വാദം നൽകി കേട്ടിരുന്നത്. ആ വാദത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ CMRനെതിരെ ഇത്തരം അതീവ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ വിഷയം നേരത്തെ തന്നെ ഉയർന്നതാണ്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയാണ്. ഈ വീണ വിജയന്റെ കമ്പനിക്ക് പണം നൽകിയത് ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെയോ പിണറായി വിജയൻ എന്ന പേരോ പറയുന്നില്ലെങ്കിലും സ്വാഭാവികമായും എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ അത് വീണ വിജയന്റെ കമ്പനിയാകുമ്പോൾ അത് അതിന്റെ സംശയത്തിന്റെ മുന ചെന്ന് നീളുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്. ആ വഴിക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ ഇനി ഒരു ദിവസം കൂടി വാദമുണ്ട്. 23-ാം തീയതി ആയിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടാവുക. ഈ എക്സാലോജിക്കിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കാലിത്തീറ്റ കുംഭകോണ കേസിനെയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ കാലത്തുണ്ടായ ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണ കേസാണ്. വ്യാജ രസീതുകളും ലെഡ്ജറുകളും ഉണ്ടാക്കി സാധാരണ കാലി കർഷകർക്ക് ലഭ്യമാകേണ്ട പണം സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു കേസ്. സമാനമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സേവനം ലഭ്യമാക്കാതെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടി എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനത്തിന് പണം നൽകുകയായിരുന്നു. കാലിത്തീറ്റ കുംഭകോണ കേസുമായിട്ടാണ് ഇതിനെ ബന്ധപ്പെടുത്തിയത്. ഒരു തരത്തിലും സേവനമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഉണ്ടാകുന്നില്ല, പകരം അതിനെല്ലാം കൃത്രിമമായ കണക്കുകൾ ഉണ്ടാകുന്നു. അത്തരം കണക്കുകൾ മാത്രമാണ് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഉണ്ടായത് എന്നും പറയുന്നു. എന്തായാലും വരും ദിവസത്തിൽ കോടതിയുടെ തീരുമാനം അതീവ നിർണായകം തന്നെയാവും. കാരണം രാജ്യദ്രോഹപരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ കൂടി SFIO ഈ കേസിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം കലക്കൽ അടക്കമുള്ള ഗുരുതര വിഷയങ്ങളിൽ ആരോപണം നേരിടുന്ന MR അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. വിജിലൻസ് അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ലെന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. MR അജിത് കുമാറിനൊപ്പം സുരേഷ് രാജ് പുരോഹിതനെയും DGP റാങ്കിലേക്ക് ഉയർത്തും. സംഘപരിവാറിനെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുമെന്ന് പറയുന്ന LDF സർക്കാർ, ആ സർക്കാരിന്റെ കാലത്ത് പോലീസ് തലപ്പത്തുള്ളതിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാൾ RSS നേതാക്കളെ കണ്ടതാണ് കുറച്ചു കാലം മുമ്പ് കേരളം ചർച്ച ചെയ്തത്. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ തൃശൂരും തിരുവനന്തപുരത്തും വെച്ച് RSSന്റെ 2 പ്രധാനികളെ കണ്ട സംഭവം. CPI ഇടഞ്ഞതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മുഖ്യമന്ത്രിക്ക് മാറ്റേണ്ടി വന്നു. ഇടതുപക്ഷ സർക്കാരിന് നയത്തിൽ നിന്ന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടും സ്ഥാനമാറ്റം മാത്രമായിരുന്നു നടപടി. DGP റാങ്കിലേക്കുള്ള ഉയർച്ച ആഗ്രഹിച്ചാണ് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റ കാര്യം പരിശോധിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാർ അടക്കമുള്ളവരുടെ റാങ്ക് ഉയർത്താൻ ശുപാർശ ചെയ്തു.
വിവിധ പേരുകളുടെ കൂട്ടത്തിൽ അജിത് കുമാർ ഉണ്ടായിട്ടും മന്ത്രിസഭായോഗം അതിനകത്ത് തിരുത്തൽ വരുത്തിയില്ല. അതേപടി അംഗീകരിച്ചു. വിജിലൻസ് അന്വേഷണമടക്കം നടക്കുന്നത് തടസ്സമല്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല. കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും, അത്രേ ഉള്ളൂ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാണ് ADGP അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാറിന് ഈക്വൽ റാങ്ക് കിട്ടുകയാണ്. DGP റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു DGP ലോ ആൻഡ് ഓർഡർ എന്ത് അന്വേഷിക്കാനാണ്? അദ്ദേഹത്തിന്റെ പേരിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരന്വേഷിക്കാനാണ്? അപ്പോൾ അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി RSSന് വഴങ്ങിയതുകൊണ്ടാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ അംഗീകരിച്ചതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ വിമർശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിമാറ്റ ചർച്ചകളിൽ തർക്കം രൂക്ഷമായതോടെ NCP പിളർപ്പിലേക്കെന്ന് സൂചന. ദേശീയ നേതൃത്വത്തെ ഇടപെടുത്തി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ PC ചാക്കോ പക്ഷം നടത്തിയ അവസാന ശ്രമവും അനിശ്ചിതത്വത്തിലായി. മന്ത്രിസഭയിൽ NCP പ്രാതിനിധ്യമില്ലെങ്കിൽ രാജിയില്ലെന്ന നിലപാടാണ് AK ശശീന്ദ്രൻ എടുത്തത്. AK ശശീന്ദ്രൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയാണെന്നാണ് LDF കൺവീനറുടെ പ്രതികരണം. മന്ത്രിമാറ്റത്തെ ചൊല്ലി NCPയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. ശരത് പവാറിന്റെ സഹായത്തോടെ CPM കേന്ദ്ര നേതൃത്വത്തെ ഇടപെടുത്തി മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു തോമസ് കെ തോമസിന്റെ ശ്രമം. പക്ഷേ ഈ ശ്രമം ഫലം കണ്ടിട്ടില്ല. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് രാവിലെ ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്നു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നില്ലെങ്കിൽ ഇടതു മന്ത്രിസഭയിൽ നിന്നും NCP മന്ത്രിയെ പിൻവലിപ്പിക്കാനാണ് PC ചാക്കോ വിഭാഗത്തിന്റെ നീക്കം. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ശശീന്ദ്രന്റെ നിലപാട്. തോമസിനെ മന്ത്രിയാക്കുന്നതിന് എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമല്ല. എന്നാൽ എൻ്റെ രാജിയിലൂടെ NCPക്ക് ക്യാബിനറ്റിലുള്ള പ്രാതിനിധ്യം ഇല്ലാതാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണ്. പാർട്ടി പ്രവർത്തകന്മാരങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതേസമയം മന്ത്രിമാറ്റത്തിൽ പാർട്ടി തീരുമാനം നടപ്പാകുമെന്ന പ്രതീക്ഷ തോമസ് കെ തോമസ് കൈവിട്ടിട്ടില്ല. വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. മന്ത്രി മാറ്റത്തിന്റെ അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതലേ പറയുന്നുണ്ട്. മന്ത്രി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. പവാർജി എന്നെ വിളിപ്പിച്ചത് ഞങ്ങളുടെ ഇവിടെ നടന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ വർക്ക് സംബന്ധിച്ചുള്ള കാര്യമായിട്ട് സംബന്ധിച്ച് കാണുന്നു, ഒരെണ്ണം തന്നെ കാണുന്നുണ്ട്. ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം തന്നിരിക്കുന്ന നിർദ്ദേശം അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിക്കും പോകണ്ട, അപ്പോൾ അവർ തീരുമാനിക്കുമല്ലോ. കേന്ദ്ര നേതൃത്വത്തെ വിഷയത്തിൽ ഇടപെടിപ്പിക്കാനുള്ള NCPയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് CPM സംസ്ഥാന നേതൃത്വം. മന്ത്രിമാറ്റ ചർച്ചകൾ കേരളത്തിൽ തന്നെ നടക്കണമെന്ന നിലപാട് TP രാമകൃഷ്ണൻ പരസ്യമാക്കി. മന്ത്രിമാരെ നിയോഗിക്കുന്നതിനുള്ള അധികാരം, ഭരണഘടനാപരമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. അതാണ് ഇതിന്റെ സ്ഥിതി. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരേണ്ടുന്ന വിഷയമില്ല. വന്നാൽ തെറ്റൊന്നുമില്ല, വരേണ്ടുന്ന വിഷയമില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോ NCPന്റെ മന്ത്രി AK ശശീന്ദ്രനാണ്. അദ്ദേഹം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. NCP തന്നെയാണ് തീരുമാനിക്കേണ്ടത്. AK ശശീന്ദ്രന്റെ നേട്ടമാകുന്നത് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പമാണെന്ന തിരിച്ചറിവ് NCPയുടെ ഔദ്യോഗിക വിഭാഗത്തിനുണ്ട്. മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ മുന്നണി തന്നെ വിടണമെന്ന അഭിപ്രായം ശക്തമാണ്. ഇരു വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞതോടെ കാര്യങ്ങൾ പാർട്ടിയെ പിളർപ്പിന്റെ വക്കിലേക്കാണ് എത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. കേരളത്തിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യം തമിഴ്നാട് തിരുനെൽവേലിയിൽ നിക്ഷേപിച്ചത്
കുറിച്ച് അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2 ഏജൻസികൾക്കാണ് സർക്കാർ ആശുപത്രിയിലെ മാലിന്യങ്ങൾ കൈമാറുന്നതെന്നും ഈ സ്ഥാപനങ്ങളുമായി ആരോഗ്യവകുപ്പിന് നേരിട്ട് ബന്ധമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുനെൽവേലിയിലെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തിരുനെൽവേലിയിലെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ചും RCCയിലെ രേഖാചോർച്ച സംബന്ധിച്ചും ന്യൂസ് 18 വാർത്ത പുറത്തുവിടുകയും സംഭവം രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ഇമേജ് ഉൾപ്പെടെ 2 സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ ആശുപത്രിയിലെ മാലിന്യങ്ങൾ കൈമാറുന്നത്. IMA നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇമേജ്. സർക്കാരിന് സ്വന്തം നിലയിൽ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഇല്ലാത്തതിനാലാണ് ഏജൻസികൾക്ക് കൈമാറുന്നത്. അത് സംബന്ധിച്ച് അതിന് പ്രത്യേകമായി സർക്കാർ പണം അനുവദിച്ചുകൊണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ഇങ്ങനെ കമ്പനികൾക്ക്, കാരണം നമുക്കതിന് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ആ സംവിധാനങ്ങൾ ഉള്ള കമ്പനികൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സർക്കാരിന് യാതൊരു ബന്ധവുമുള്ള സ്ഥാപനവുമല്ല, അത് മറ്റൊരു സംവിധാനത്തിലുള്ള ഒരു സംഘടനയുടേതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഏത് തലത്തിലാണ് അത് ആവശ്യമുള്ളത് ആ തലത്തിൽ തന്നെ. ആശുപത്രി മാലിന്യത്തോടൊപ്പം തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലുള്ള ക്യാൻസർ രോഗികളുടെ വിവരങ്ങളും പുറത്തായിരുന്നു. കീമോതെറാപ്പിക്ക് ശരീരത്തിൽ സ്ഥിരമായി കത്തീറ്റർ ഇടാനുള്ള സമ്മതപത്രം, രോഗിയുടെ പേരും വിലാസവും ചികിത്സാരീതിയും ഭക്ഷണക്രമവും ഉൾപ്പെടുന്ന രേഖകൾ തുടങ്ങിയവ കൂട്ടത്തോടെ ചോർന്നു. ഇക്കാര്യത്തിലും അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആ ബയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയിട്ടുള്ളതാണോ എന്നുള്ളത് ആയിരിക്കാം. അപ്പോൾ അത് ആരാണ് ചെയ്തത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നോക്കും. ഏതായാലും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നു. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള മാലിന്യവും തിരുനെൽവേലിയിൽ എത്തുന്നതായാണ് വിവരം. ഇനിയും മാലിന്യം തള്ളിയാൽ തിരികെ മാലിന്യം കേരളത്തിൽ നിക്ഷേപിക്കുമെന്ന് തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കിയിരുന്നു. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ 10ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നു. MS സൊല്യൂഷൻസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്കാണ് ചോദ്യങ്ങൾ ലഭിച്ചത്. ഇതിനായി ചാരിറ്റി എന്ന പേരിലാണ് MS സൊല്യൂഷൻസ് പണപ്പിരിവ് നടത്തിയത്. വീണ്ടും ഇന്നലെ MS സൊല്യൂഷൻ യൂട്യൂബിലൂടെ ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്ത് പുറത്തുവിടുകയും ആ പുറത്തുവിട്ട അതേ ചോദ്യങ്ങളും അതേ ഭാഗങ്ങളുമാണ് ഇന്ന് ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന വലിയ കച്ചവടത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ഓസ്ട്രേലിയക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെയാണ് അശ്വിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം. This will be my last day as an Indian cricketer in all formats at the international level. I do feel there's a bit of punch left in me as a cricketer, but I would like to expose and probably showcase that in club level cricket, but this will be the last day. ടെസ്റ്റിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം വിക്കറ്റ് നേടിയ 2ാമത്തെ താരമെന്ന നേട്ടവുമായാണ് അശ്വിൻ പടിയിറങ്ങുന്നത്. നാടകീയമായിരുന്നു പ്രഖ്യാപനം. ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ ഇന്ത്യക്കായി കളിച്ചില്ലെങ്കിലും മത്സരശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം അശ്വിൻ എത്തുന്നു. ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന നിലയിൽ ഇതെന്റെ അവസാന ദിനമെന്ന് പറഞ്ഞ അശ്വിൻ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല. അഡ്ലൈനിൽ നടന്ന 2ാം ടെസ്റ്റിൽ മാത്രമാണ് പരമ്പരയിൽ അശ്വിൻ കളിച്ചത്. 2 മത്സരങ്ങൾ കൂടി ശേഷിക്കുന്നുണ്ടെങ്കിലും ഇനി പ്ലേയിങ് 11-ൽ ഇടം ലഭിക്കുക അസാധ്യമെന്ന തോന്നലാകാം 38-കാരന്റെ വിരമിക്കൽ തീരുമാനത്തിന് പിന്നിൽ. ഇന്ത്യക്കായി 106 ടെസ്റ്റിൽ നിന്നായി 537 വിക്കറ്റ് നേടിയ അശ്വിന് മുന്നിൽ വിക്കറ്റ് വേട്ടയിൽ അനിൽ കുംബ്ലെ മാത്രമാണുള്ളത്. ടെസ്റ്റിൽ 37 തവണ 5 വിക്കറ്റ് നേട്ടം. നിർണായക ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും ടീമിനെ തുണച്ച അശ്വിൻ ടെസ്റ്റിൽ 3503 റൺസും നേടി. 6 സെഞ്ചുറിയും 14 അർദ്ധ സെഞ്ചുറിയും അകമ്പടി. 116 ഏകദിനങ്ങളും 65 T20കളും കളിച്ചു. അശ്വിന്റെ ആകെ അന്താരാഷ്ട്ര വിക്കറ്റുകൾ 765. 2011-ൽ ലോകകപ്പ് നേടിയ ടീമിന്റെ ഭാഗമായിരുന്നു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരമായ അശ്വിൻ ക്ലബ് ക്രിക്കറ്റിൽ തുടരും. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓഫ് സ്പിന്നർമാരിൽ ഒരാളായ അശ്വിന്റെ പടിയിറക്കം ടീം ഇന്ത്യയിലെ തലമുറ മാറ്റത്തിന്റെ തുടക്കമായാണ് ആരാധകർ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് ദീപാരാധനയാണ് തത്സമയം.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. MS ഹരികൃഷ്ണൻ എത്തും. നമസ്കാരം.